രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു 6 മാസത്തേക്ക്. ഇതാണ് വി.ഡി. സതീശനൊക്കെ പറഞ്ഞ ഏറ്റവും മാതൃകാപരമായ തീരുമാനം. പക്ഷേ MLA ആയിട്ട് തുടരും. MLA സ്ഥാനം എന്നത് പാലക്കാട്ടെ ജനങ്ങളുടെ പ്രതിനിധിയാണ്. പാലക്കാട്ടെ ജനങ്ങൾ ഇതെല്ലാം കേട്ട് ഞങ്ങളുടെ MLA-ക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ട് അദ്ദേഹം കൂടുതലൊന്നും പറയുന്നില്ല, ചില പൊട്ടും തൊടിയും ഒക്കെ വച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണല്ലോ എന്ന് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ ബാധ്യതയാക്കി മാറ്റുകയാണ്. പാർട്ടി എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു, ഇനി പാലക്കാട്ടെ ജനങ്ങളുടെ ബാധ്യതയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? രാഹുലിനെതിരെ മറ്റ് അച്ചടക്ക നടപടികളിലേക്ക് പോകാൻ ഉള്ള സാഹചര്യം കാരണം പാർട്ടി ആദ്യഘട്ടത്തിൽ എടുത്ത രാജി എന്നുള്ള തീരുമാനം വി.ഡി. സതീശന്റെ പല പ്രതികരണങ്ങളിലും അടുത്ത നടപടി എന്നുള്ള തരത്തിൽ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തോടു കൂടി കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കാൻ രാഹുലിന്റെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുൻപാകെ ഈ വിഷയം പരസ്യപ്പെടുത്തുന്നതിന് മുൻപായി തന്നെ പ്രധാന നേതാക്കളെ കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ചുരുക്കത്തിൽ ഒരു അതിജീവന പാതയിലേക്ക് രാഹുൽ എത്തിച്ചേരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തോടു കൂടി കാര്യങ്ങൾ കുറച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ്. ആ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടി തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങളിൽ പിന്നീടുണ്ടായ മാറ്റം ശ്രദ്ധേയവുമാണ്. ചുരുക്കത്തിൽ രാഹുലിനെതിരായ പാർട്ടി തലത്തിലുള്ള അച്ചടക്ക നടപടി 2 എണ്ണം ഉണ്ടായിരിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള അദ്ദേഹത്തിന്റെ രാജി, സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജി, മറ്റൊന്ന് ഇപ്പോൾ പ്രാഥമിക അംഗത്തിൽ നിന്നുള്ള പുറത്താക്കൽ. ഈ 2 വിഷയങ്ങൾക്കും പ്രധാനപ്പെട്ട കാര്യമായി വന്നിരിക്കുന്നത് അവന്തിക എന്നൊരാളുടെ ശബ്ദം വന്നതുകൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലല്ലോ. അത് ഒരു ഭാഗം മാത്രമാണ്. മറ്റ് പലരും ആരോപണമായി രംഗത്ത് വന്നവർ നിയമപരമായി കേസിന് തയ്യാറാകുന്നില്ല. അതിലൊക്കെ ഏറ്റവും ഗുരുതരമായിട്ട് നിൽക്കുന്നത് ഗർഭഛിദ്രം ചെയ്യാൻ നിർബന്ധിച്ചു, അല്ലെങ്കിൽ അത്രയും മോശമായ നിലയിൽ പെരുമാറുന്ന ശബ്ദ സംഭാഷണ ശകലങ്ങൾ പുറത്തു വന്നതാണ്. അതിനോടൊന്നും ഇതുവരെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു ജനങ്ങളുടെ മുമ്പിലെ ജനങ്ങളെല്ലാം കേട്ടതാണ്. ഇത് കേൾക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അത്രയും രൂക്ഷമായ നിലയിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിനോടൊക്കെ പ്രതികരിക്കാതെ ഈ ഒരു ഓഡിയോ പോർഷൻ കാണിച്ചുകൊണ്ട് എൻ്റെ ഭാഗത്തെല്ലാം ന്യായമെന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ഇതിനോടുള്ള മറുപടി കൂടി പറയണ്ടേ? അതിന് ബാധ്യസ്ഥനല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഇത്രയും ഗുരുതരമായ ആരോപണം വരുമ്പോൾ പാർട്ടി 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളോട് മറുപടി പറയണ്ടേ? ഞങ്ങൾക്ക് വേണ്ടാത്ത ഒരാളെ നിങ്ങൾ MLA ആയി വയ്ക്കൂ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? ബുധനാഴ്ച വൈകുന്നേരവും വ്യാഴാഴ്ചയുമായി 4 കോണുകളിൽ നിന്നാണ് ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അതിൽ 2 ഘട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട വേളയിൽ മറ്റ് 3 വിഷയങ്ങളിൽ പരാമർശങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പരമപ്രധാനവും ഗുരുതരവുമായ ആരോപണത്തിനോട് പരിപൂർണമായി മൗനം പാലിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് കേട്ടില്ല എന്ന് നടിച്ച് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത്. കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കേരളം ചോദിക്കുന്നതുമായ പ്രധാനപ്പെട്ട ചോദ്യം ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ശബ്ദരേഖയിലെ പുരുഷ സാന്നിധ്യം, അത് രാഹുലിന്റെ ശബ്ദവുമായി സാമ്യമുള്ളതാണ്. അത് നിഷേധിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് പ്രകടമാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന വിഷയമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട വിഷയത്തിൽ അന്നേരം അദ്ദേഹം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നിയമ നടപടികൾ സ്വീകരിക്കും. മറ്റൊന്ന്, കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, തെളിവുകൾ പുറത്തുവിടാനുണ്ട്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമാകാനാണ് സാധ്യത എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഉപരി ഗർഭഛിദ്രമടക്കം ഉയർന്നു വന്നിട്ടുള്ള ഗൗരവകരമായ ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണമോ വിശദീകരണമോ ഉണ്ടെങ്കിൽ അത് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി കൂടുതൽ വിശദീകരണങ്ങൾ നൽകി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമം രാഹുൽ നടത്തുന്നു എന്നതിന്റെ സൂചനകളാണ് ഇന്നലത്തെ മാധ്യമ സമ്മേളനത്തിന്റെ ആകെ രൂപം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമം നടത്താനാണ് സാധ്യത. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് വിശദീകരണത്തിന്റെ പൂർണ്ണ രൂപം